What's up guys? Welcome back to the video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയ്ക്ക് വില വരുന്ന ഒരു ഗെയിമിംഗ് പ്ലസ് എഡിറ്റിംഗ് പി സി ആണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതായിരിക്കുന്നു നമ്മുടെ പി സി ആൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഞാൻ ഈ എല്ലാ വീഡിയോസും ഇപ്പം ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതൊക്കെ അളന്ന് കുറിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം യു ആർ വാച്ചിങ് GeekBoZ TV. ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ പ്രോസസ്സർ, മെയിൻ തലയായിട്ടുള്ള കിങ് പ്രോസസ്സർ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ, അതായത് 12th ജനറേഷനിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് 12700K. ഇതിനെക്കാട്ടിലും വലിയ ഒരു പ്രോസസ്സർ ഇപ്പോൾ ഇല്ല. അപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റൈസൺ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങളൊരു 5-9 ഒക്കെ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. പക്ഷേ ഞാൻ i7 എടുക്കാൻ കാരണം ഇത് ഓവർ ക്ലോക്കിങ്ങിൽ ഏറ്റവും ബീസ്റ്റ് ലൈക്ക് ഒരു പ്രോസസ്സറാണ്. കാരണം ദെൻ മോർ ഓവർ സിംഗിൾ കോർ ആൻഡ് മൾട്ടി കോർ എല്ലാത്തിലും ഇത് എന്താ പറയുക ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വിത്ത് 25 MB ക്യാഷ് മെമ്മറി. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രോസസ്സർ ഈസ് 11700K. നമ്മൾ കഴിഞ്ഞ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്ത 11700F ആയിരുന്നു. പക്ഷേ ഇത് K സീരീസ് ആണ്, അൺലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് അപ്പം അത്രമാത്രം പൊട്ടൻഷ്യൽ ഈ ഒരു പ്രോസസ്സറിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഗൈസ്, മദർ ബോർഡ് ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് MSIയുടെ Z690 ആണ്, ഗെയിമിംഗ് എഡ്ജ് വൈഫൈ. ഇതൊരു DDR4 ആണ്. നിങ്ങൾക്ക് ചോദിക്കാം DDR5 പൊയ്ക്കൂടെയെന്ന്. DDR5ന്റെ റേറ്റ് കുറച്ചധികം കൂടുതലാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ. സോ വി വെൻ വിത്ത് Z690 ഗെയിമിംഗ് എഡ്ജ് വൈഫൈ DDR4 എഡിഷൻ കേട്ടോ. സ്പെസിഫിക്കലി ഞാൻ പറയാനും DDR4ഉം DDR5ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരു 2000 റുപ്പീസിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നിങ്ങളത് ചോദിച്ച് തന്നെ വാങ്ങണം. DDR4 ആണോ നിങ്ങൾക്ക് DDR5 ആണോ വേണ്ടത്, അത് നിങ്ങളുടെ റാം കോമ്പാക്റ്റബിലിറ്റി, നിങ്ങൾ റാം ഏത് ചൂസ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മദർ ബോർഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട്. വളരെ എക്സലന്റ് ബിൽഡാണ്. എക്സലന്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനപ്പുറത്തിന് പറയാനില്ല. അത്രമാത്രം എനിക്ക് മദർ ബോർഡിന്റെ ക്വാളിറ്റിയും VRAM-ഉം പവർ ഫേസ് എല്ലാം പവർഫുൾ ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പവർ ഫേസ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മദർ ബോർഡാണ് Z690 ഗെയിമിംഗ് എഡ്ജ് വൈഫൈ. ഗൈസ്, റാം സെലക്ഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് G-Skillന്റെ Trident RGB 16GB കിറ്റാണ്. അതായത് 32GB ആണ് ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന റാം. ഇത് ഫ്യൂച്ചർ പ്രൂഫ്, ക്ലയന്റിന്റെ റിക്വയർമെന്റ് 64GB ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് 32GB ആണ് ഉപയോഗിക്കുന്നത്, 16GB/2. അതും ഫ്രീക്വൻസി 4000 MHz ആണ് വിത്ത് ഓവർ ക്ലോക്ക്. 4000 MHz എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിന്റെ ക്ലോക്ക് 4000 MHz ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഓവർ ക്ലോക്ക് ചെയ്തും ഉപയോഗിക്കാം. ഗൈസ്, അടുത്ത് SSD ആയിട്ട് പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ള SSD ആണ് WDയുടെ SN850 1TB ബ്ലാക്ക് എഡിഷൻ. ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിക്കാം, SN850 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം Gen 4 ആർക്കിടെക്ചർ ആണ്. PCIe Gen 4 എന്ന് പറയുന്നത് 7000 MB/s ആണ് അതിന്റെ സ്പീഡ്, റീഡ് റൈറ്റ്, വൺ ഓഫ് ദ ബീസ് ലൈക്ക് SSD ആണ്. നമുക്ക് വേറെ ഒന്നുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. 980 Pro ഉണ്ട്, പക്ഷേ ഐ വെന്റ് വിത്ത് WD ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ബീസ് ലൈക്ക് തിങ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് എൻ്റെ SSD WD. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതും അതിൻ്റെ എക്സ്പീരിയൻസും ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. യു ഗൈസ് ക്യാൻ ബ്ലൈൻഡ് ഫോൾഡ്ലി ഗോ വിത്ത് WD സീരീസ്. ഗൈസ്, അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ബിൽഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. MSIയുടെ RTX 3080 10GB GDDR6 Supreme X, അതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിന്റെ ഫുൾ സീരീസ്. കുറച്ച് എലോങ്കേറ്റഡ് ആണ്, ബട്ട് Supreme X എന്ന് പറയുന്നത് MSIയുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ്. ഇതിന് മുമ്പ് ഗെയിമിംഗ് എക്സ് ഉണ്ട്, ഇതിന് തൊട്ട് താഴെയാണ് കേട്ടോ ഗെയിമിംഗ് എക്സ്ട്രായോ. അതിന് മുമ്പുള്ളതാണ് വെൻഡസ് സീരീസ്, അതാണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് സീരീസ്. Supreme X പേര് എന്താ പറയുക, നമുക്ക് മീനിങ് ആയിട്ട് തന്നെ പറയാം. Supreme X എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള ലുക്കും, എസ്തെറ്റിക്സ്, കൂളിംഗ്, എവറിഥിങ് അത്രമാത്രം ബീസ് ലൈക്ക് ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് Supreme X. വളരെ ലിമിറ്റഡ് ആണ്, എപ്പോഴും എല്ലാവർക്കും അത് കിട്ടാനൊന്നുമില്ല. അപ്പം എഗെയിൻ ഷോർട്ട് ഒക്കെ ആയിരിക്കും. എനിവേ the price will be around 1,20,000 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. പിന്നെ മോർ ഓവർ എല്ലാ പാർട്സും, ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ പാർട്സും GeekBoZന്റെ .in വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അതിന്റെ പ്രൈസും അപ്ഡേറ്റഡ് എല്ലാ കാര്യങ്ങളും കിട്ടും. ആൻഡ് ഐ ആം ലിങ്കിങ് ഓൾ ദ പ്രോഡക്റ്റ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഗൈസ്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഗൈസ്, അടുത്ത SMPS ആണ് നമ്മുടെ പവർ സപ്ലൈ. നിങ്ങൾക്കറിയാം, ഒരു ബിൽഡ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ ഹാർട്ടായിട്ടുള്ള പവർ സപ്ലൈക്ക് തന്നെയാണ്. തല പോലെ തന്നെയാണ് ഹാർട്ടും. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഞാൻ ഇതിൽ ഈ ഒരു PCക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഐ വെൻ വിത്ത് Corsair RM850 Gold Certified PSU. ഇതൊരു ഫുള്ളി മോഡുലാർ ആയിട്ടുള്ള PSU ആണ്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഒരു 10-year വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന 0 RPM മോഡിൽ വേറെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ PSU ആണ്. പ്രൈസ് നമുക്ക് കമ്പാരിറ്റീവ്ലി കൂളർ മോഷൻ ഡീപ് കൂളൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ
ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വർത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. സോ ഐ വെന്റ് വിത്ത് RM850. ഗൈസ്, അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡ് കൂളറാണ്. നിങ്ങൾക്കറിയാം ഞാനൊരു K സീരീസ് പ്രൊസസർ ഉപയോഗിച്ചു. K സീരീസ് എന്ന് പറയുമ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള PSUവും മദർ ബോർഡുമാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചൂടുണ്ടാവും. ആ ടെമ്പറേച്ചർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയും തെർമൽ ത്രോട്ട്ലിംഗ് ഉണ്ടാവാതെ അതിനെ പുഷ് ചെയ്ത് ആ ഒരു പെർഫോമൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി, ആ ജ്യൂസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂളർ എന്ന് പറയുമ്പോൾ ലിയാൻഡി ഗലഹാഡ് L360 ആണ്. ഇതൊരു ARGB ലിക്വിഡ് കൂളറാണ്. ഡെഫിനറ്റ്ലി ഇതിന്റെ ലുക്ക് മാത്രമല്ല പെർഫോമൻസും അതിഗംഭീരമാണ്. അത്രമാത്രം പെർഫോമൻസ് ഉള്ള ഗലഹാഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂളർ. ഗലഹാഡ് വേണ്ട, നിങ്ങൾക്ക് കൂളർ മാസ്റ്റർ വേണമെങ്കിൽ ML360 ഇല്യൂഷൻ ഒക്കെ നോക്കാം. പക്ഷേ ദിസ് ഈസ് വർത്ത് ഇറ്റ്. ചില പാർട്സുകൾ നമ്മൾ വളരെ പിക്കി ആയിട്ടാണ് ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് മാത്രം ചൂസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീപ്പർ ഓപ്ഷൻസിലോട്ടും പോകാം. ഗൈസ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ക്യാബിനറ്റ്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാബിനറ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ക്യാബിനറ്റ് ആണ്. നമ്മൾ നേരത്തെ നമ്മുടെ പണ്ടയുടെ ക്രേസി പാണ്ടയുടെ PCയിൽ നമ്മുടെ ടോർക്ക് ഉപയോഗിച്ചത് 2-3 ബിൽഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് വിത്ത് ഫാൻടെക് എക്ലിപ്സ് ആണ് സീരീസ്. P500 എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് കേട്ടോ. ഇതിന്റെ ലുക്കും ഐസഡേക്സും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാബിനറ്റ് കണ്ടപ്പോൾ ഇത്രമാത്രം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള കേബിൾ മാനേജ്മെന്റ് ഓപ്ഷനും എയർ ഫ്ലോ മാനേജ്മെന്റും പിന്നെ എന്താ പറയുക 360 മൗണ്ടിങ് ഓപ്ഷനും എല്ലാം ഈ ഒരു ക്യാബിനറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാൻടെക് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഫാൻടെക് പോലെയും ഇനി ഫ്രാക്ടൽ ഡിസൈൻ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീസ് ലൈക്ക് ക്യാബിനറ്റ്സ് ആണ് ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദിറ്റ്. എൻ്റെ കേബിൾ മാനേജ് നിങ്ങൾക്ക് സൈഡ് ഇതാക്കുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ബിൽഡ് എങ്ങനെയുണ്ട്, കേബിൾ മാനേജ്മെന്റ് എങ്ങനെയാണ്. അത്രമാത്രം നമുക്ക് പവർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്യാബിനറ്റ് ആണ് ഫാൻടെക് എക്ലിപ്സ് വിത്ത് ടൈപ്പ് സി മറക്കണ്ട. ടൈപ്പ് സി പോർട്ട് ഉണ്ട് വിത്ത് ARGB സ്ട്രിപ്പ് ലൈറ്റ്. അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടില്ലേ, ആ സ്ട്രിപ്പ് ലൈറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പൊതുവെ ഈ എന്താ പറയുക ആ ഒരു 10,000 റേഞ്ചിനായാലും പൊതുവെ ഈ ലൈറ്റിംഗ് എഫക്ട്സ് പൊതുവെ വരാറില്ല, കുറെ കൂടെ ഹയർ എൻഡ് സീരീസിൽ. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്രയും എസ്തെറ്റിക് വൈസ് പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഗൈസ്. പിന്നൊരു കാര്യം, ഞാൻ ഇതിൽ ഈ ഒരു ബിൽഡിനെ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഞാനൊരു വെർട്ടിക്കൽ മൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ മൗണ്ട് ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം കൂളർ മാസ്റ്ററിന്റെ വെർട്ടിക്കൽ മൗണ്ട് ആണ്. യൂണിവേഴ്സൽ കിറ്റ് ആണ്. ലേറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ. വേർഷൻ 2.0 ആണ്. വേർഷൻ 1 അത്ര വിജയിച്ചിട്ടില്ല, പല കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേർഷൻ 2.0 ഈസ് ക്വൈറ്റ് ഗുഡ്. ബ്രില്യൻ്റ് ആണെന്നൊന്നും പറയാനില്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ് അതിന്റെ ക്വാളിറ്റി വൈസ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഗ്രാഫിക്സ് കാർഡിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഫാൻ സൈഡ്, ആ ഒരു ലുക്ക് നമുക്ക് അതിൽ കിട്ടും. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ക്വാളിറ്റി പവർഫുൾ ബിൽഡ് എന്ന് വേണം എനിക്ക് പറയാൻ, വിശേഷിപ്പിക്കാൻ അത്രയേ ഉള്ളൂ. 3 ലക്ഷം നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കം ടു GeekBoZ ആൻഡ് ഗെറ്റ് ദിസ് PC. അപ്പം ഗൈസ്, നമ്മുടെ എല്ലാ പാർട്സിന്റെയും ഡിസ്ക്രിപ്ഷൻ, എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.